ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സേലം കൊച്ചിൻ ഹൈവേയിൽ മരുതറോഡ് ജംഗ്ഷനാണ് കാണുന്നത്. മരുതറോഡ് ബസ് സ്റ്റോപ്പാണ്. നമുക്ക് ചന്ദ്രനഗറിനും അതുപോലെ BPL കൂട്ടുപാത ഇവിടെ നിന്നൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടേ, ആ ഹൈവേ ആണ്. അപ്പോൾ ഹൈവേ നമുക്ക് നോക്കുമ്പോൾ ആ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. നേരെ ഡയറക്റ്റ് നമുക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള റൂട്ടാണ്. ബാക്കിലേക്ക് കോയമ്പത്തൂർ, അതുപോലെ പൊള്ളാച്ചിക്ക് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് BPL കൂട്ടുപാത ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ നമുക്ക് പൊള്ളാച്ചിക്കുള്ള റൂട്ടും കാണാം. ഇവിടെ നമുക്കറിയാം ഹോട്ടൽ ശൃംഖലയുടെ ഒരു മൊത്തം ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഈ ഭാഗത്ത്. സഞ്ചാരി, അതുപോലെ ആനന്ദ് ഭവൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, കൊമോറിൻ, സഞ്ചാരി, അതുപോലെ കെയർ ബേക്സിൻ്റെ, അതുപോലെ ആനന്ദ് ഭവൻ ഉണ്ട്, അതുപോലെ പാത്തൂസിൻ്റെ ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ, ഹൈവേയുടെ സൈഡിൽ തന്നെ ഉള്ളത്. ഇപ്പം നമ്മൾ കാറ് നിൽക്കുന്ന അവിടെ ചെറിയൊരു കയറ്റം പോലെ കാണില്ലേ, ആ ഒരു റൂട്ടിൽ കൂടെ ഏകദേശം ഒരു 150 to 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 10 കൂടുതൽ വില്ലാസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. അതിൽ ഒരു വില്ലയാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. 3 BHK ആണ്. 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് കാണുന്നുണ്ടോ, പഞ്ചായത്ത് റോഡാണ്. ഈ പഞ്ചായത്ത് റോഡ് നേരെ എൻട്രി, നമ്മളിവിടെ വണ്ടി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വില്ലാസാണ് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്. ഇതിലൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇതല്ലേ, ഇതേ ടൈപ്പിൽ ഏകദേശം ഒരേ കളർ കോമ്പിനേഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ഏകദേശം ലൈനപ്പ് ആയിട്ട് വീടുകളുണ്ട് കേട്ടോ. 2 സൈഡും വീടുകളാണ്. ഇപ്പം ഈ കാണുന്ന റോഡ് ഇന്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരും. വർക്ക് ഇനിയും കുറച്ച് പെൻഡിങ് ഉണ്ട് ആ വീട്ടിനകത്ത്, ചെറിയ കുറച്ച് വർക്കുകൾ മാത്രം. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരുപാട് വീടുകളുണ്ട്. ഏകദേശം 11-12 വീടുകളുണ്ട്. അതിനകത്ത് 5-6 വീട്ടിൽ ആൾറെഡി ഒക്യുപ്പൈഡ് ആണ്, ആൾക്കാരുണ്ട്. പലതും മേടിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ടില്ല. ഇപ്പോൾ ഈ റോഡിൻ്റെ ഇന്റർലോക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കിട്ടാണ്ടല്ലോ. നമുക്ക് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ കംപ്ലീറ്റ് ആകാൻ ഇനിയും കുറച്ചും കൂടി ഉണ്ട്. മതിൽ കെട്ടാനുണ്ട്, കുറച്ച് വർക്കുകൾ, കുറച്ച് ബാലൻസ് ഉണ്ട്. ഇങ്ങനെ ചില വീടുകൾ കുറച്ച് സ്റ്റൈൽ മാറ്റിയിട്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ വർക്ക് പെൻഡിങ് ആണ്. കണ്ടല്ലേ, ഗേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കയറി കാണുകയാണെങ്കിൽ ഇതിൽ ഇത് കൊടുത്തിരിക്കുന്നത് കാർ പോർച്ച് കൊടുത്തിട്ടില്ലേ. കാർ പോർച്ചിൻ്റെ അടിയിൽ സീലിംഗ്, ഇപ്പോൾ ഇതിൽ സെൻറ്ററിൽ ഒരു പോൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊരു സപ്പോർട്ടിന് മാത്രം കൊടുത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ വർക്ക് നടക്കണമുണ്ട് ആ സപ്പോർട്ടിന്, അത് കഴിഞ്ഞ് അത് എടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെയുണ്ട്. അതല്ലാതെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് കയറ്റിയാൽ നമുക്ക് ഒരു കാറും കൂടി പാർക്ക് ചെയ്ത് നിർത്താനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണത്തില്ല, ഇപ്പോൾ ഷീറ്റൊന്നും കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് സീലിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു കാറ് നിർത്താം, ഇങ്ങോട്ടേക്ക് നമുക്ക് 2 വലിയ കാറ് നിർത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് ചുറ്റുവട്ടം നോക്കാം. ഇതാണ് ഈ സീലിംഗിൽ ഇവിടെയൊക്കെ സീലിംഗ് അടിക്കും കേട്ടോ, ഈ കംപ്ലീറ്റ് എണ്ണത്തിൽ. അപ്പോൾ നമുക്ക് ഷീറ്റ് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ക്ലിയർ ആയി കിട്ടും. ഇതിൽ ടോട്ടൽ പറയുകയാണെങ്കിൽ 1400 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 3 ബെഡ്റൂം ഓടിയിട്ടുള്ള വീടാണ്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഒരു കോമൺ വാഷ്റൂമും ഇതിനകത്തുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചുറ്റുവട്ടം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. UPVC വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെളിയിലോട്ടുള്ള ഡോറുകൾ പറയുമ്പോൾ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് സ്റ്റീലിൻ്റെയും ബാക്കിലേക്ക് ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മലമ്പുഴ കണക്ഷനാണ് വാട്ടർ ഉള്ളത്. ഇവിടെ ഹാളിലൊക്കെ വലിയ വിൻഡോസ് ആണ്, UPVCയുടെ വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ സൈസ് ടൈപ്പിൽ. ഇവിടെ നമുക്ക് മലമ്പുഴ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മലമ്പുഴ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് മേലെ ടാങ്കിൽ കയറും. അതല്ലാതെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ച ഗുണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ നമുക്ക് മലമ്പുഴ വെള്ളം വരില്ലെങ്കിൽ നമുക്ക് നിർത്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനായിട്ടൊരു ടാങ്ക് വരെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ 3 phase കറണ്ടാണ് വീട്ടിനകത്ത് ഉള്ളത്. ഇപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ 1-2 കാറൊക്കെ പറയ്ക്കും. പുറമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളും കൂടി നോക്കുക. കയറുമ്പോൾ ഒരു ചെറിയ സിറ്റ് ഔട്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രി ചെയ്യുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കം ഡൈനിങ് ഏരിയ ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ജനലും നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലൈറ്റും കാര്യം നമ്മളിവിടെ ഇട്ടിട്ടില്ല, നല്ല വെളിച്ചമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കിച്ചണിലേക്കുള്ള ഒരു എൻട്രി, അത് വെച്ചാൽ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് തരാനുള്ള ഒരു വിൻഡോ മാതിരി ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് GI പൈപ്പിൻ്റെ ഇതിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ വുഡൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂം കിട്ടുന്നുണ്ട്.
ഇതിലെല്ലാം ബ്രാൻഡഡ് ഐറ്റം കേട്ടോ, നല്ല ബ്രാൻഡ് ഐറ്റം. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് താഴെ ആയിട്ടാണ്, അപ്പോൾ വെള്ളം വെളിയിലോട്ട് വരുന്നുള്ള ഒരു പ്രശ്നമില്ല. സെറയുടെ ഐറ്റംസ്, സെറാമിക് ഐറ്റംസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് സെറയുടെയാണ്. ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ, അതുപോലെ പൈപ്പും കാര്യമൊക്കെ സെറയുടെ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വി ഗാർഡിൻ്റെ ഫാൻസ് കാര്യങ്ങൾ, എക്സോസ് ഫാൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10x10 വലുപ്പത്തിലുള്ള റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 10x10 നല്ല വിശാലമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ്, വാഷ്റൂമിൻ്റെ മേലെ സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാഷ്റൂമിന് ഒരു ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. എല്ലാം ഒരു പ്രീമിയം ലുക്കിലുള്ള ടൈൽസ് കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും സെറയുടെ തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് കണ്ടല്ലേ, എല്ലാം സെറയുടെ ഐറ്റംസ് ആണ്. അപ്പം എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ്, ബ്രാൻഡഡ് ടൈൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്ക് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ലിവിങ് സ്പേസിന് ഇതിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മൾട്ടിവുഡും കാര്യങ്ങൾ കൊടുത്തിട്ട് കിച്ചണിൻ്റെ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീനിഷ് ആൻഡ് ഗ്രേ രണ്ടും മിക്സ് ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നും ടച്ചിങ് ഫീൽ നമുക്കറിയില്ല. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് മൾട്ടിവുഡിൻ്റെയും ആ ഹിഞ്ചസും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ സെറയുടെ ഐറ്റംസ് ആണ്, പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റം എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 സൈഡ് സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ എക്സോസ് ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് ബാലൻസ് ഉണ്ട് കണ്ടല്ലോ, മേലെയും കബോർഡ്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ്, ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ കൂടി അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജ് സ്പേസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ കാണുക വേണ്ട. എന്നാലും ഇവിടെ അവർ വർക്ക് ഏരിയ സ്പേസിൻ്റെ മേൽഭാഗത്തും അവരത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഫ്രെയിം ചെയ്തിട്ടുള്ള ഡോർ കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം വെളിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയൻ്റെ മേലെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു, ഹാള്, ഡൈനിങ് സ്പേസ്, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു കോമൺ വാഷ്റൂം കണ്ടു. ഇത് മേലേക്കുള്ള സ്റ്റെയർ കണ്ടില്ലേ, ആ GI പൈപ്പിൻ്റെ ഇതിൻ്റെ മേലേക്കിട്ട് വുഡൻ്റെ ഫ്ലോറുകളാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെപ്സ്. അവർ ചെറിയ സ്പേസിന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ സ്റ്റെയറിൻ്റെ കാര്യത്തിൽ. ഇവിടെ നമുക്ക് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല വലുപ്പത്തിലൊരു വിൻഡോയും കാര്യമൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത് സെയിം താഴെ ഉണ്ടായിരുന്ന അതേ ഒരു 10x10 എന്നുള്ള സൈസിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് കണ്ടല്ലേ. നല്ല സ്പേസ് 10x10 ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്പേസ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് തന്നെയാണ്. ഏകദേശം 3 അറ്റാച്ച്ഡാണ്. 3ലും കണ്ടില്ല. ഇപ്പോൾ ഇതിലും ടൈൽസ് കുറച്ച് കട്ടിങ് ഇതൊക്കെ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് ആ ഒരു പ്രീമിയം ലുക്കിലുള്ള ആ സ്റ്റൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എക്സോസ് ഫാനൊക്കെ നമുക്ക് മേലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലും സെറയുടെ ഐറ്റംസ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 3 ബെഡ്റൂമാണുള്ളത്. ഇപ്പോൾ 2 നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി ഒരു ബെഡ്റൂം ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് നമുക്കിനി ഒരു ബാൽക്കണി ഹാളും തന്നെ വെളിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വില്ലാസിൻ്റെ എല്ലാ അത്യാവശ്യം ആ ഫ്രണ്ടേജും കാര്യങ്ങളും വീടും എല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റും അല്ലേ. ഒരു ഏരിയ ഇവിടെയൊക്കെ ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ വീട് വരാനുണ്ട്. കംപ്ലീറ്റ് ആയി ആ ഇൻ്റർലോക്കും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇനിയും അറിയുക. ഇവിടെ നമുക്ക് അത്യാവശ്യം വെളിച്ചവും കാര്യം കിട്ടണമെങ്കിൽ ഒരു കുഴപ്പമില്ല. കാറ്റ് പോകുന്നതിനും ആ എയർ സർക്കുലേഷൻ്റെ കാര്യത്തിനും എല്ലാം കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പം കൂടുതലായിട്ടുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിലുള്ള വാഷ്റൂമിനകത്ത് വാൾ മൗണ്ടഡ് ആണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷനൊക്കെ വളരെ മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഐറ്റം തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ല. വാൾ മൗണ്ടഡ് ആയിട്ടാണ് ഫിറ്റിങ്സ് കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഒരു ബ്രാൻഡഡ് ലുക്കിൽ അത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ ഒരു ഫാമിലിക്ക് ഒരു വളരെ നിയറസ്റ്റ്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മളെ വിളിച്ചിട്ട്, പാലക്കാട് കോയമ്പത്തൂർ റോഡിനകത്ത് തന്നെ നമുക്ക് അടുത്തായിട്ട് വല്ല പ്രോപ്പർട്ടിയും കിട്ടുമോ, നമുക്ക് എപ്പോഴെങ്കിലും വന്ന് താമസിക്കാൻ, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇനി കോയമ്പത്തൂരിലേക്ക് അടിക്കടി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന കാര്യം, അങ്ങനെ ഹൈവേൻ്റെ അടുത്ത് ചന്ദ്രൻ നഗറിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കഞ്ചിക്കോടിൽ എത്തും വേണ്ട, അതിന് മുമ്പായിട്ട് പ്രോപ്പർട്ടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഏരിയയാണ് ഇത്. ഏറ്റവും ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഏരിയയാണ്. ഇവിടെ നമുക്ക് മഴവെള്ളമൊക്കെ താഴത്ത് പോകാണ്ടിരിക്കാനും അതിനായിട്ട് സ്ലൈഡിങ് ചെയ്തിട്ട് അവരൊരു ഷട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. മേലെ ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷട്ടർ കണ്ടോ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ജസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മൂടി കിടക്കുക. അപ്പോൾ താഴത്തേക്ക് വെള്ളം പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുകയും ചെയ്യും. വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ നേരെ അടച്ചു വയ്ക്കാം.
ഇപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഏകദേശം 4.25 സെൻറ്റ് സ്ഥലം, 1400 സ്ക്വയർ ഫീറ്റ്, 3 BHK ഉള്ളത്. അത് 3 അറ്റാച്ച്ഡ് ആണ്, 1 കോമൺ. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്ക് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ നോക്കുമ്പോൾ മരുത് റോഡ് ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കഞ്ചിക്കോട്ടിലേക്ക് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്, മലമ്പുഴ ഡാമിലേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്, പൊള്ളാച്ചിക്ക് പോകണമെങ്കിൽ ഒരു 45 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് പാലക്കാട്ടേക്കാണെങ്കിൽ ഒരു 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഒലോക്കോട്ടിലേക്ക് അതേപോലെ 11 കിലോമീറ്റർ വരുന്നുണ്ട്. ചന്ദ്രനാറിക്ക് 5 to 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.